കേരളത്തിലെ ഹൈന്ദവ നവോത്ഥാന നായകന്മാരിൽ ഒരാളായിരുന്നു സദാനന്ദ സ്വാമികൾ. 19-ാം നൂറ്റാണ്ടിൽ സാമൂഹിക പരിവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി എന്നിവർക്കൊപ്പം സദാനന്ദ ഗുരുവും ഇടം നേടി. 1877 ഫെബ്രുവരി 23-ന് പാലക്കാട് ചിറ്റൂർ തത്തമംഗലം പുത്തൻവീട്ടിൽ ജനിച്ച രാമനാഥ മേനോനാണ് പിന്നീട് സദാനന്ദ സ്വാമികളായത്. സ്കൂൾ പഠനകാലത്ത് നാടുവിട്ടുപോയി. തമിഴ്നാട്ടിൽ ഒരാശ്രമത്തിൽ ചേർന്ന് യോഗജ്ഞാനങ്ങളും ശാസ്ത്രങ്ങളും അഭ്യസിച്ച് ബ്രഹ്മനിഷ്ഠനായി. നിരവധി ബ്രഹ്മനിഷ്ഠാ മഠങ്ങൾ സ്ഥാപിച്ചു. 30ഓളം മഠങ്ങൾക്ക് സ്ഥലം ലഭിച്ചു. എന്നാൽ എല്ലായിടത്തും മഠം സ്ഥാപിക്കപ്പെട്ടില്ല. അവ കേന്ദ്രമാക്കി ചിൽസഭ എന്ന കൂട്ടായ്മ തുടങ്ങി. ചിറ്റൂർ മുതൽ കന്യാകുമാരി വരെ നിരവധി കരകളിൽ അദ്ദേഹം സഞ്ചരിച്ചു. എല്ലാ സമുദായത്തിൽപ്പെട്ട ഹിന്ദുജനങ്ങൾക്കും ക്ഷേമമെന്നതായിരുന്നു സ്വാമികളുടെ ലക്ഷ്യം. സദാനന്ദ വിലാസം എന്ന പേരിൽ മലയാളത്തിലും അഗസ്ത്യൻ എന്ന പേരിൽ തമിഴിലും മാസികകൾ നടത്തി. തമിഴിലും മലയാളത്തിലും നിരവധി ഗ്രന്ഥങ്ങളും പ്രസിദ്ധീകരിച്ചു. ശ്രീമദ് ഭഗവത്ഗീത, ശങ്കരഭാഷ്യ സാഹിത്യം ഉൾപ്പെടെ നിരവധി കൃതികൾ പ്രസിദ്ധീകരിച്ചു. അവധൂതനായിരിക്കുമ്പോഴും സാധാരണ ജനങ്ങളുടെ ജീവിത പുരോഗതിയും സ്വാമി ലക്ഷ്യമിട്ടു. കേരളത്തിൽ ആദ്യമായി സോപ്പ് നിർമ്മാണ യൂണിറ്റ്, മാരുതി, ഭാരതി എന്നീ പേരുകളിൽ ബസ് സർവീസ് ആരംഭിച്ചതും സ്വാമികളായിരുന്നു. ഒരു കാലത്ത് കേരളത്തിനകത്തും പുറത്തും പ്രശസ്തമായ സദാനന്ദപുരം വൈദ്യശാലയും സ്വാമിയുടെ ദീർഘദൃഷ്ടിയിൽ പിറന്നതാണ്. 1076-ൽ ശ്രീ മൂലം തിരുനാൾ സമ്മാനിച്ച 300 ഏക്കറോളം ഭൂമിയിലാണ് സദാനന്ദപുരത്ത് അവധൂതാശ്രമം സ്ഥാപിച്ചത്. 108 വർഷങ്ങൾക്ക് മുമ്പ് ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് ഉദ്ഘാടനം ചെയ്തത് സ്വാമിയായിരുന്നു. കേരളത്തിലും ഉത്തരഭാരതത്തിലും പര്യടനം നടത്തിയ ശേഷമായിരുന്നു സദാനന്ദപുരത്ത് അവധൂതാശ്രമവും അനുബന്ധ സ്ഥാപനങ്ങളും സ്ഥാപിച്ചത്. ധാരാളം താളിയോല ഗ്രന്ഥങ്ങളും ചുരുണകളും അപൂർവ ഗ്രന്ഥങ്ങളും ആശ്രമത്തിലുണ്ട്. പ്രാചീന തമിഴിലുള്ള കൊടുന്തമിഴ്, ചെന്തമിഴ് താളിയോലകളുടെ ഉള്ളടക്കം സിദ്ധവൈദ്യവുമായി ബന്ധപ്പെട്ടവയാണെന്ന് കരുതുന്നു. അനേകം വർഷം പഴക്കമുള്ള നീറ്റുമരുന്നുകളും കളിമൺ ഭരണികളിലായി സൂക്ഷിച്ചിട്ടുണ്ട്. അവയുടെ ഉള്ളടക്കം നിലവിലെ ആശ്രമവാസികൾക്കറിയില്ല. CPI നേതാവ് വെളിയം ഭാർഗവൻ ചെറുപ്പകാലത്ത് കുറച്ചുനാൾ ഈ ആശ്രമത്തിലെ അന്തേവാസിയായിരുന്നു. സദാനന്ദ വിലാസം ഔഷധശാല, നെയ്ത്തുശാല, പ്രിന്റിംഗ് പ്രസ്, ഗോശാല, റെസിഡൻഷ്യൽ സ്കൂൾ എന്നിവ ആശ്രമത്തോടനുബന്ധിച്ച് പ്രവർത്തിച്ചിരുന്നു. ആശ്രമം സർക്കാരിന് ദാനമായി നൽകിയ സ്ഥലത്താണ് ഇന്നത്തെ ഗവൺമെന്റ് HSS സദാനന്ദപുരമായി പ്രവർത്തിക്കുന്നത്. കൊട്ടാരക്കര പട്ടണത്തിൽ ഇപ്പോഴും സദാനന്ദ വൈദ്യശാലയും പുസ്തകശാലയും പ്രവർത്തിക്കുന്നുണ്ട്. മലയാളത്തിൽ തത്വബോധം വ്യാഖ്യാനം, ബ്രഹ്മാനന്ദലഹരി വ്യാഖ്യാനം, വിഗ്രഹാരാധന, തമിഴിൽ സമുദായശാസ്ത്രം, സന്താനരത്നം, ഹിന്ദുമത സംസ്കാരം എന്നീ കൃതികൾ രചിച്ചിട്ടുണ്ട്. 1924 ജനുവരി 22-ന് അദ്ദേഹം അന്തരിച്ചു.